റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ വസതിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് റഷ്യ. ഉക്രൈൻ തൊടുത്തുവിട്ട ഡ്രോണാണെന്ന് അവകാശപ്പെട്ടാണ് റഷ്യ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നോവഗറോദിലെ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണമുണ്ടായത്. 91 ഡ്രോണുകളാണ് യുക്രൈൻ അയച്ചതെന്നും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇവയെല്ലാം തകർത്തെന്നും റഷ്യ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരമൊരു ആക്രമണം നടന്നിട്ടില്ലെന്നായിരുന്നു യുക്രൈന്റെ വിശദീകരണം. റഷ്യയുടെ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു തെളിവും ഹാജരാക്കിയിട്ടില്ലെന്നും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിലെ പുരോഗതി തടയുന്നതിനാണ് റഷ്യ ഈ ആക്രമണത്തെക്കുറിച്ച് പറയുന്നതെന്നുമായിരുന്നു യുക്രൈന്റെ വാദം. എന്നാൽ യുക്രൈനിൽ നിന്ന് തൊടുത്തുവിട്ട ഡ്രോൺ വെടിവെച്ചിട്ടതിന്റെ ദൃശ്യങ്ങളാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ നോവഗറോഡ് മേഖലയിലെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതികളിൽ ഒന്ന് യുക്രൈൻ ആക്രമിച്ചതിന്റെ വിശദാംശങ്ങൾ മേജർ ജനറൽ അലക്സാണ്ടർ റൊമനെൻകോവ് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഡ്രോൺ ആക്രമണം നടന്ന സമയത്ത് പ്രസിഡന്റ് വസതിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടൽ നടത്തുമ്പോഴാണ് പുടിന്റെ വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കൈന ന്യൂസ്.